വോഗ് ഇന്ത്യ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ യോജന എന്ന മുൻനിര പദ്ധതിക്ക് കീഴിൽ 70 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കായി 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി പ്രാവർത്തികമാക്കിയതുമൂലം ഏകദേശം 2 കോടി കുടുംബങ്ങളും 3 കോടി വ്യക്തികളും പദ്ധതിയിലേക്ക് ചേർക്കപ്പെടും. അതേസമയം 6 കോടിയിലധികം ആളുകൾ ഇതിനകം തന്നെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തി. ഇത് അവരുടെ പോക്കറ്റ് ചെലവ് കുറച്ചു. ഇത്തരത്തിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് സേവ് ചെയ്യാൻ കഴിഞ്ഞത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആശുപത്രിയിൽ പോകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ അധികമാണ്. പ്രായം കൂടുതലുള്ളവരെ ഇൻഷുറൻസ് സ്കീമിൽ ചേർക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ വിമുഖത കാണിക്കുന്നു. പല രോഗങ്ങൾക്കും ചികിത്സാ സഹായം ലഭിക്കില്ല. ചുരുക്കത്തിൽ ഇൻഷുറൻസ് എന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നില്ല. വിവിധ നിബന്ധനകളും പരിശോധനകളും ഏർപ്പെടുത്തി ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാതെയാവുന്നു എന്നത് ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഒരു കടുത്ത വെല്ലുവിളിയാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ 58% സ്ത്രീകളും 54% വിധവകളും ആയതിനാൽ ഈ പദ്ധതി സ്ത്രീകൾക്ക് കൂടുതൽ സഹായകരമാകും. മാറിയ ഭക്ഷണ രീതികളാലും മായം കലർന്ന ഭക്ഷണപാനീയങ്ങളാലും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലവും രോഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. വൻകിട മരുന്ന് കമ്പനികളും ആശുപത്രി വ്യവസായവും മനുഷ്യരെ അവരുടെ ലാഭത്തിനു വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മാറ്റം വരണം. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും അവസാനിപ്പിക്കണം. ആയുഷ്മാൻ കാർഡ് ഉള്ളവർക്കും വീണ്ടും ഒരു പുതിയ കാർഡിനായി അപേക്ഷിക്കാം. EKYC വീണ്ടും പൂർത്തിയാക്കുകയും വേണം. നിലവിൽ സ്വകാര്യ ESIC ഗുണഭോക്താക്കൾക്കും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിൽ അപേക്ഷിക്കാം. 6 കോടി മുതിർന്ന പൗരന്മാർക്കും ഏകദേശം 4.5 കോടി കുടുംബങ്ങൾക്കും കുടുംബാടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും നടപ്പിൽ വന്നു എന്നത് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമ്മാനമാണിത്. കാത്തിരിപ്പോ കാലയളവോ കൂളിംഗ് ഓഫ് പീരീഡ് എന്നിവയൊന്നും കൂടാതെ EKYC ചെയ്തു കഴിഞ്ഞാൽ അപേക്ഷകന്റെ കാർഡ് ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്.